ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങിയേക്കാണ്. നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു ചെറിയൊരു ചായ പോലെ ഉണ്ട്. 5:45 ഇവിടെ വരാനാണ് പറഞ്ഞത്. നമ്മൾ 5:45 എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന്. ഓക്കെ, റോഡാണ് ഡാം നിർമ്മാണത്തിന് വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. പൈസൻ്റെ കാൽപ്പാടാന്ന് തോന്നുന്നു. ടിയറ പൈസനോ അങ്ങനെ എന്തോ. ടൂൽ ഇങ്ങനെ ഫ്രണ്ടിൽ രണ്ട് വലിയ കാലങ്ങൾ ടൈപ്പ്. വെടിമരുന്നുണ്ട് പാറയൊക്കെ പൊട്ടിച്ച്. അപ്പോൾ ആ സാധനം കൂടെ അപ്പോൾ ഇപ്പം നമ്മൾ വന്ന വഴി അതിൽ സ്ഥിരം കരടിയുള്ളതാണ്. അപ്പോൾ അത് കരടി എന്നത് കാട്ടിൽ കുറച്ച് നമ്മൾ പേടിക്കേണ്ടതാണ്, ഡേഞ്ചറസാണ്. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് കയറിയത്. കരടി പെട്ടെന്ന് നമ്മളെ കണ്ടാൽ അവർ ഒന്ന് ദൂരേക്കാണെങ്കിൽ ഓടും, അടുത്തൊക്കെ ആണെങ്കിൽ നമ്മളെ ആക്രമിക്കണം. കാരണം അതിൻ്റെ നഖം ഇത്രയും നീളമുണ്ടാവും. ഒരു ഗൈഡിന് അങ്ങനെ ഇവിടെ പണി ഒപ്പിച്ചു ഇപ്പം വറുത്ത് ചാക്കി. എന്നിട്ടാണ് കുറച്ച് ആരോഗ്യമുള്ളതുണ്ട്. 2 കട്ടിയാണ് രക്ഷപ്പെട്ടു. അതേപോലെ ഒരാളുടെ ഇതും എടുത്ത് അങ്ങനെ ഫ്ലാഷ് ചാർജ് ചെയ്ത് തലച്ചോറിന് ബാധിച്ചു, അയാൾ മരിച്ചു. പിന്നെ വേറൊരാൾ കാട്ടിൽ വിറകെടുക്കാൻ പോയി. കരടി കടിക്കാൻ വരുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ കൊടുത്ത് കത്തിയിലിട്ടു. കൈ മുറിച്ചെടുത്ത് പോയി, കൈ മുറിഞ്ഞു. ഇതേപോലെ അപ്പോൾ കരടിയോടൊക്കെ നമ്മൾ ആയുധം വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നല്ല ധൈര്യമാണ്, ആരോഗ്യമാണ്. ശരിക്കും നല്ല പൊട്ടാത്ത വാട്ടിക്കണം, വാട്ടിയും കൊണ്ട് അടിക്കണം. പക്ഷെ കരടി പോയി വരും. അങ്ങനെ ഞങ്ങളുടെ ഒരാൾ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആൾ പേടിക്കും. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കരടി പോയി വന്ന് ഇയാൾ ചെയ്യിക്കുമെന്ന് അടി. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ അത് പൊതുവെ കാട്ടിൽ പോകുമ്പോൾ എല്ലാ മൃഗങ്ങളും ഉണ്ടാകും. പക്ഷെ കുറച്ച് നമ്മൾ പേടിക്കേണ്ടത് കരടി. അത് കഴിഞ്ഞാൽ പിന്നെ കാട്ടുപന്നി, പിന്നെ കാട്ടുപോത്ത്, പിന്നെ ആന, ഇങ്ങനെയൊക്കെ. അത് നമ്മൾ നമ്മുടെ സമയങ്ങൾ അതിൽ പോയത് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവരെ പക്ഷെ ടൂറിസ്റ്റിനൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ കണ്ടില്ലല്ലേ ട്രാവൻകൂർ ടോട്ടോയ്സ്, ചൂരലാമ പറയും. ഇങ്ങനെ ശരിക്കും ഈ ഒരു സ്പീഷീസ് കരിമന്തി എന്ന് പറയും, കരിങ്കുരങ്ങ്. നമ്മുടെ കർണാടക, തമിഴ്നാട്, നമ്മുടെ കേരള.
ഈ പ്രദേശങ്ങളിലാണ് ഈ ഒരു സ്പീഷീസ് ഉള്ളത്. നല്ല പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഇവർ ഓരോ ഗ്രൂപ്പും ഇത്ര അവർക്ക് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ ഇതേപോലെ വേറെ ഗ്രൂപ്പ് വരാതിരിക്കാൻ എപ്പോഴും ചില സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതല്ലാതെ ഞാൻ നേരത്തെ പുള്ളിപ്പുള്ളി കടുവകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വേറെ പ്രത്യേകതര സൗണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷനാണ്. അപ്പോൾ ഇത്രയും ഒരു ഇതിലാണ് കടുവകൾ പുള്ളിപ്പുള്ളികൾ അവർ ഒളിഞ്ഞിരുന്ന് മറ്റുള്ളവരും അറിയാതെ ഇരയെ പിടിക്കണം. ഭക്ഷണം അവർക്ക് കിട്ടണമെങ്കിൽ ഇത് എത്ര ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ പശുവിൻ്റെ ഫ്രഷ് ആണല്ലേ? പശുവിൻ്റെ കാൽപ്പാടം പോലെ തന്നെ ഉണ്ട്. ഫ്രഷാണ്, ഭയങ്കര ഫ്രഷാണ്. നല്ല ഫ്രഷ് ഫുട്ടിങ്സ് ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ മേഞ്ഞ് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ. നമ്മളിപ്പോൾ ട്രെക്കിങ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് സെയിം ഗൈഡ് വെച്ചിട്ട് കാറിന് കറങ്ങിട്ടോ, മാക്സിമം ഒക്കെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് പോയി 2 ഡാമൊക്കെ കണ്ടു. പോണ വഴി നല്ല മാൻ്റെയും മയിലിൻ്റെയും കുറേ നല്ല ഫോട്ടോസ് കിട്ടി. ഇവിടെയൊക്കെ മയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മയിലാണ്. മയിൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ സൂപ്പറായിരിക്കും. എൻ്റെ അമ്മയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടമാവും, അത്ര അധികം മയിലുണ്ട്. നമ്മുടെ ഇവിടെ ക്യാമ്പിനുള്ളിലാണെങ്കിലും നിറച്ച് മയിലുണ്ട്. രാവിലെ എൻ്റെ ക്യാമ്പിൻ്റെ അകത്ത് മാനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലത്തെ മാൻ പുറത്തും കണ്ടു, നല്ല കൊമ്പൊക്കെ ആയിട്ടേ നല്ല ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. എന്തായാലും അടിപൊളി പരിപാടിയാണ്. പക്ഷെ നമുക്ക് ആനയോ അങ്ങനെയൊന്നും അധികം സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല, സൈറ്റിങ്സ് അധികം ഉണ്ടായില്ല. കരടിയുടെ ഫ്രഷ് ഡ്രോപ്പിങ്സ് കണ്ടു, അങ്ങനെ കുറേ ഫ്രഷ് മാർക്കുകൾ കണ്ടു. ഇവൻ ആനയുടെ വരെ ഫ്രഷ് മാർക്ക് കണ്ടു റൂട്ടിൽ തന്നെ. അതായത് വെറും ഇന്ന് രാവിലെ ചിലപ്പോൾ പോയിട്ടുണ്ടാവണം അങ്ങനത്തെ മാർക്കുകൾ. പക്ഷെ ഒന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി പോണ വഴി എന്തെങ്കിലും കണ്ടാലായി അല്ലേ. വരുമ്പോൾ ഡിസംബർ ജനുവരി സമയത്ത് വരാണ് കുറച്ചും കൂടി നല്ലത്. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മഴയൊക്കെ പെയ്ത എല്ലായിടത്തും വെള്ളമുണ്ട്, ചെടികൾ നല്ലോണം വളരുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറി കഴിക്കുന്ന ചെടി കഴിച്ച് ജീവിക്കുന്ന ജീവികൾക്കൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് അധികം ഒരുപാട് ട്രാവൽ ചെയ്യില്ല, അതിൻ്റെ അടുത്ത് തന്നെ സാധനങ്ങളുണ്ടല്ലോ. പിന്നെ അതല്ലാതെ വരുന്ന പുലികളാണെങ്കിലും ഇതിൻ്റെ ഇരയുടെ അടുത്ത് ആ ഒരു ചുറ്റിപ്പറ്റിയൊക്കെ ആയിരിക്കും അതും ഉണ്ടാവുക. അതിൻ്റെ പിന്നെ ഒരു ടെറിട്ടറി മാർക്ക് ഉണ്ടാവും, അത് വിട്ട് അങ്ങനെ അധികം പോവില്ല. അതുകൊണ്ട് കൂടുതൽ ഉൾക്കാട്ടുകളിലൊക്കെ ആയിരിക്കും. ഓക്കെ, വേണോ? അങ്ങനെ വേണ്ട, അതിൻ്റെ കൂടെ കഴിക്കാം. നമ്മൾ തൃശ്ശൂർ എത്തി കേട്ടോ. തൃശ്ശൂരൊക്കെ കഴിഞ്ഞു. തൃശ്ശൂർ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നു. അന്തിക്കര കഴിഞ്ഞു. കൃത്യം എവിടെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും അക്കുത ഇപ്പോൾ ഇവിടെ ഇറങ്ങാണ്. അവൻ്റെ പാരൻസ് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്നുണ്ടായിരുന്നു.
നല്ല ഉറക്കമായിരുന്നു കേട്ടോ അവൻ. എന്നിട്ട് അവൻ പീസൊക്കെ കാണിക്കുന്നുണ്ട്. ഷൂവിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി എൻ്റെ. അങ്ങനെ അപ്പം ശരിടാ. എങ്ങനെയുണ്ടായിടാ മൊത്തം പരിപാടി? അടിപൊളി, കൊള്ളാം. ട്രിപ്പിൽ ഏറ്റവും അല്ല, നീ ഇനിയും സജസ്റ്റ് ചെയ്യുമോ വേറെ ആൾക്കാർക്ക്? And they come unstuck, baby, running down to the riptide, taking away to the dark side. I will be your best man, I love you. Da 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 അപ്പൊ ഗായ്സ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞു, ഫുൾ ട്രിപ്പ് കഴിഞ്ഞു. വിക്കുളം ബുക്ക് ചെയ്യണത് ഓൺലൈനിൽ കൂടെ തന്നെയാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. സംഭവം അടിപൊളിയാണ്. എല്ലാവരും പോകണമെന്ന് ഞാൻ പറയുള്ളൂ. പോയി എക്സ്പ്ലോർ ചെയ്യണം. ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ ഇഫ് യു ലക്കി എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടും. അപ്പൊ അടിപൊളിയല്ലേ? അപ്പൊ ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. എടാ ഒരു ടാറ്റ പറയാലോ. അപ്പൊ താങ്ക് യു ഗൈസ്. ഇങ്ങോട്ട് വിളിച്ചോ. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് and I'll see you in the next. Like, share, subscribe. This is Aditya S. Prabhu, Anand and Sachin D signing off. Thank you for watching and I'll see you in the next video of Life Wanted Eats. Bye bye.